കഴിഞ്ഞ ദിവസം കമന്റ് ബോക്സിൽ കണ്ട 3 കമന്റുകൾക്കുള്ള മറുപടിയാണ് ഈ മഹത്തായ മജ്‌ലിസിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഈ 3 മറുപടിയും നമ്മുടെ ജീവിതത്തിൽ ഏറെ പ്രയോജനം ചെയ്യുന്ന മറുപടികളാണ്. തീർച്ചയായും ഉപകരിക്കും. ഏതാണെന്നറിയാനും എങ്ങനെയാണെന്നറിയാനും മജ്‌ലിസ് മുഴുവനായും കേൾക്കുക, ലിങ്ക് മറ്റുള്ളവരിലേക്ക് എത്തിച്ചെടുക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി വകഫാ വസലാമുൻ അലാ ഇബാദിഹില്ലദീന മുസ്തഫ. അമ്മാ ബഅദ്. അള്ളാഹു നമ്മുടെ മജ്‌ലിസിനെ സ്വീകരിക്കട്ടെ. നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു സന്തോഷം നൽകട്ടെ, സമാധാനം നൽകട്ടെ, റാഹത്ത് നൽകട്ടെ. ജീവിതത്തിൽ നാം അനുഭവിക്കുന്ന എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും അള്ളാഹു മാറ്റിത്തരട്ടെ. ദുആ വസിയത്ത് ചെയ്ത ധാരാളം സഹോദരങ്ങളുണ്ട്, സഹോദരിമാരുണ്ട്. അള്ളാഹു എല്ലാവരുടെയും ആഗ്രഹങ്ങളെ സഫലമാക്കട്ടെ, വിഷമങ്ങളെ മാറ്റിത്തരട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, പലപ്പോഴും പല ഇസ്മുകളും പല ദിക്റുകളും പല സൂറത്തുകളും പല ആയത്തുകളും പല സ്വലാത്തുകളും നമ്മൾ പല വിഷമങ്ങൾക്കും പരിഹാരമായി പല ഉദ്ദേശങ്ങളും പൂർത്തീകരിക്കപ്പെടുന്നതിന് വേണ്ടി പലപ്പോഴായി നമ്മൾ ചർച്ച ചെയ്യാറുണ്ട്. പലതും നമ്മൾ ചർച്ച ചെയ്യുന്നത് ചില ആളുകളുടെ കമന്റ് ബോക്സ് വരുന്ന മെസ്സേജുകൾക്ക് അടിസ്ഥാനമാക്കിയിട്ടാണ്. അവരുടെ സങ്കടങ്ങൾ കമന്റ് ബോക്സിലൂടെ അറിയിക്കുമ്പോൾ അതിന് പരിഹാരമായിട്ട് നമ്മൾ അനുയോജ്യമായ ദിക്റുകളും സ്വലാത്തുകളും ചർച്ച ചെയ്യുന്നു. കഴിഞ്ഞ ദിവസം നമ്മുടെ യൂട്യൂബ് ചാനലിൽ വന്ന 3 കമന്റുകൾക്കുള്ള മറുപടിയാണ് ഇൻഷാ അല്ലാഹ് ഈ മഹത്തായ മജ്‌ലിസിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഒന്നാമത്തെ കമന്റ് എന്നുള്ളത്, ടെൻഷൻ മാറാൻ, എപ്പോഴും ടെൻഷനാണ്, ചെറിയ വിഷയങ്ങൾക്ക് വരെ ടെൻഷൻ അടിക്കുകയാണ് എന്ന് പറഞ്ഞ ഒരു സഹോദരിയുടെ കമന്റ് കണ്ടിരുന്നു. ടെൻഷൻ മാറാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് പഠിപ്പിച്ച അത്ഭുതകരമായൊരു ദിക്ർ നമ്മൾ പഠിക്കുകയാണ്. ടെൻഷൻ അപകടമാണ്. ചെറിയ ടെൻഷനും വലിയ ടെൻഷനും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല. ടെൻഷൻ അമിതമായി കഴിഞ്ഞാൽ അത് വളരെ അപകടമാണ്. നമ്മെ ഒരുപക്ഷെ രോഗികൾ വരെ ആക്കിയേക്കാം. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് പഠിപ്പിക്കുന്നു, ഹസ്ബി അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു അലൈഹി തവക്കൽതു റബ്ബുൽ അർശിൽ അദീം എന്നുള്ള ദിക്ർ ഒരാൾ രാവിലെയും വൈകുന്നേരവും 7 പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞാൽ അന്നത്തെ ദിവസം അവന് യാതൊരു ടെൻഷനും ഉണ്ടാവുകയില്ല എന്ന് അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇവിടുന്ന് പഠിപ്പിക്കുകയാണ്. അപ്പൊ അമിതമായ ടെൻഷനാണ്, എപ്പോഴും ടെൻഷനാണ് എന്ന് പറയുന്ന ആളുകൾക്കുള്ള ഒരു പരിഹാരമാണ് ഹസ്ബി അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു അലൈഹി തവക്കൽതു റബ്ബുൽ അർശിൽ അദീം. ഹസ്ബി അല്ലാഹ്, എനിക്ക് അല്ലാഹു മതി, ലാ ഇലാഹ ഇല്ലാഹു, അവനല്ലാതെ ഒരു ഇലാഹില്ല, ഒരു ആരാധ്യനില്ല, അലൈഹി തവക്കൽതു, ഞാൻ അവന്റെ മേലിൽ പരമേൽപ്പിക്കുന്നു, വഹുവ റബ്ബുൽ അർശിൽ അദീം, അവൻ മഹത്തായ സിംഹാസനത്തിന്റെ അർശിന്റെ ഉടമയാകുന്നു എന്നുള്ളതാണ് ഇതിന്റെ അർത്ഥം. ഈ അർത്ഥം വരുന്ന അത്ഭുതകരമായ ദിക്ർ വൈകുന്നേരവും രാവിലെയും 7 പ്രാവശ്യം വെച്ച് ചൊല്ലിക്കഴിഞ്ഞാൽ അവന് ടെൻഷൻ ഉണ്ടാവുകയില്ല എന്ന് അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ. ടെൻഷൻ മാത്രമല്ല, അപകടങ്ങളിൽ നിന്ന് അവൻ രക്ഷപ്പെടും എന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് പഠിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പതിവാക്കാൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ടെൻഷൻ മാറാനുള്ള നല്ലൊരു പരിഹാര മാർഗമാണ് ഈ അത്ഭുതകരമായ ദിക്ർ. അള്ളാഹു പഠിക്കാനും പകർത്താനും നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. രണ്ടാമത്തെ ഒരു കമന്റ്, സാമ്പത്തികമായ പുരോഗതിയില്ല എന്നുള്ളതാണ്. ഇതൊരു കമന്റ് അല്ല, ഒരുപാട് കമന്റുകൾ ഈ വിഷയത്തിൽ വരാറുണ്ട്. വിദേശത്ത് ഭർത്താവ് ജോലി ചെയ്യുന്നുണ്ട്, പക്ഷെ ഒരു പുരോഗതിയുമില്ല. അല്ലെങ്കിൽ പുതിയ ഒരു സ്ഥാപനം തുടങ്ങി, ഒരു കച്ചവട സ്ഥാപനം തുടങ്ങി, തീരെ ബറക്കത്തില്ല, തീരെ മെച്ചമില്ല. തുടങ്ങിയപ്പോൾ മെച്ചമുണ്ടായിരുന്നു, ഇപ്പോൾ യാതൊരു മെച്ചവും കാണുന്നില്ല. ഇങ്ങനെയൊക്കെ പറയുന്നവരുണ്ട്. സാമ്പത്തികമായ വിഷയങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സഹായം നമുക്ക് ലഭിക്കാൻ, നമ്മൾ തുടങ്ങിയ സംരംഭങ്ങൾ വളരാൻ, നമ്മുടെ സ്ഥാപനങ്ങളിൽ കച്ചവടമുണ്ടാകാൻ അത്ഭുതകരമായ ഒരു അമൽ നമ്മൾ പഠിക്കുകയാണ്. പരിശുദ്ധമായ അസ്മാഉൽ ഹുസ്നയിലെ ഫത്താഹ് എന്നുള്ള ഇസ്മുണ്ട്. ആ ഇസ്മിന്റെ ഒരു പ്രത്യേക രൂപത്തിലുള്ള കളം ചെമ്പിന്റെ തകിടിൽ എഴുതിയിട്ട് അത് പണം സൂക്ഷിക്കുന്നിടത്ത് സൂക്ഷിച്ചു കഴിഞ്ഞാൽ സാമ്പത്തികമായ തടസ്സങ്ങൾ നീങ്ങിക്കിട്ടുമെന്നുള്ള മക്കൾ വിശദീകരിക്കുകയാണ്. പണം സൂക്ഷിക്കുന്നിടത്ത് എന്ന് പറഞ്ഞാൽ പേഴ്സിൽ സൂക്ഷിക്കാം,
നമ്മുടെ വീട്ടിൽ സൂക്ഷിക്കാം. അതുപോലെ സ്ഥാപനമാണെങ്കിൽ, ബിസിനസ് ആണെങ്കിൽ, ഷോപ്പാണെങ്കിൽ ആ കച്ചവട സ്ഥാപനത്തിലെ കൗണ്ടറിൽ പണം സൂക്ഷിക്കുന്നിടത്തൊക്കെ സൂക്ഷിക്കാം. ഇങ്ങനെ സൂക്ഷിച്ചു വെക്കുകയും എല്ലാ ദിവസവും 489 തവണ യാ ഫത്താഹു യാ അല്ലാ, യാ ഫത്താഹു യാ അല്ലാ, യാ ഫത്താഹു യാ അല്ലാ എന്ന് ചൊല്ലുന്നത് പതിവാക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ സാമ്പത്തികമായ തടസ്സങ്ങൾ നീക്കി തരികയും നമ്മുടെ ഉപജീവന മാർഗങ്ങളിൽ അല്ലാഹു ഫതഹ് നൽകുകയും വിജയം നൽകുകയും അല്ലാഹു സുബ്ഹാനഹു വ തആല സാമ്പത്തികമായ ഐശ്വര്യവും അഭിവൃദ്ധിയും നമുക്ക് നൽകുകയും ചെയ്യുമെന്ന് നമ്മുടെ ഉലമാക്കൾ വിശദീകരിക്കുകയാണ്. ഫത്താഹ് എന്നുള്ള അത്ഭുതകരമായ ഇസ്മിനെ ചേർത്ത് പിടിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മൂന്നാമത്തെ ഒരു കമന്റ് മക്കളുടെ വിഷയത്തിൽ രക്ഷിതാക്കളുടെ കമന്റാണ്. മക്കൾ നന്നാകുന്നില്ല, മക്കൾ അമിതമായ വികൃതിയാണ്, മക്കൾ പഠനത്തിൽ താല്പര്യം കാണിക്കുന്നില്ല, മക്കൾ ലഹരിക്കടിമയാണ്, മക്കൾ നിസ്കരിക്കുന്നില്ല, ഇങ്ങനെ തുടങ്ങി പരാതി പറയുന്ന മാതാപിതാക്കളുണ്ട്. മക്കൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു പരിഹാര മാർഗം കമന്റ് ബോക്സിൽ ധാരാളം നമുക്ക് ഇങ്ങനെയുള്ള മെസ്സേജുകൾ കാണാൻ കഴിയും. അപ്പോൾ ഈ വിഷയം നമ്മൾ സംസാരിക്കുകയാണ്. മക്കൾ നന്നാകാൻ വിശുദ്ധമായ ഖുർആൻ അത്ഭുതകരമായ ഒരു പ്രാർത്ഥന പഠിപ്പിച്ചിട്ടുണ്ട്. മക്കൾ അള്ളാഹു നമുക്ക് നൽകുന്ന സമ്മാനങ്ങളാണ്, അനുഗ്രഹങ്ങളാണ്. മക്കളെക്കുറിച്ച് അള്ളാഹു സമ്മാനം എന്നാണ് പറഞ്ഞത്. അതേ ഖുർആൻ തന്നെ ഫിത്ന എന്നും പറഞ്ഞിട്ടുണ്ട്. മക്കൾ നന്നായാൽ അത് സമ്മാനമാണ്, അനുഗ്രഹമാണ്. മക്കൾ വഴിപിടിച്ചു കഴിഞ്ഞാൽ അത് വലിയ പരീക്ഷണമാണ്, ഫിത്നയാണ്. അള്ളാഹു നമ്മുടെ മക്കളൊക്കെ നന്നാക്കട്ടെ. മക്കളെ നന്നാകാൻ അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഖുർആൻ പഠിപ്പിച്ച അത്ഭുതകരമായ ഒരു പ്രാർത്ഥനയാണ് റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വസുരിയാതിനാ ഖുർറത അയുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ എന്നുള്ള പ്രാർത്ഥന. ഈ ഒരു പ്രാർത്ഥന സൂറത്തുൽ ഫുർഖാനിൽ നമുക്ക് കാണാൻ കഴിയും. 5 നേര നമസ്കാര ശേഷവും മുടങ്ങാതെ ഈ ഒരു പ്രാർത്ഥന ഒരു തവണയെങ്കിലും നമ്മൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മക്കളൊക്കെ സ്വാലിഹീങ്ങളാകും, നമ്മുടെ മക്കളൊക്കെ സ്വാലിഹത്തുകളാകും, അവരുടെ ദുശ്ശീലങ്ങൾ നിൽക്കും, അവർ നിസ്കരിക്കുന്നവരാകും, മാതാപിതാക്കൾ അനുസരിക്കുന്നവരാകും. അല്ലാഹു സുബ്ഹാനഹു വ തആല മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അനുഗ്രഹമായി അള്ളാഹു നൽകിയ നമ്മുടെ മക്കളെ അള്ളാഹു അനുഗ്രഹമായി തന്നെ നിലനിർത്തട്ടെ. പലപ്പോഴും പല കമൻറ്റുകൾക്കും മറുപടിയായി പരിഹാരമായി പല ദിക്റുകളും ഇസ്മുകളും സ്വലാത്തുകളും ആയത്തുകളും നമ്മൾ സംസാരിക്കാറുണ്ട്. കഴിഞ്ഞ ദിവസം ശ്രദ്ധയിൽപ്പെട്ട 3 കമൻറ്റുകൾക്കുള്ള മറുപടിയാണ്, പരിഹാരമാണ് ഈ മഹത്തായ മജ്ലിസിൽ നമ്മൾ ചർച്ച ചെയ്തത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല ഈമാനോടെയും തവക്കുലോടെയും ചെയ്തതിൻ്റെ ഒക്കെ റിസൾട്ട് നേടിയെടുക്കാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.